രാജ്കുമാർ, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചത്. എന്തൊക്കെയാണ് അദ്ദേഹം വിശദീകരിച്ചത്? ഇതിൽ അദ്ദേഹം വന്ന സമയം ഏതാണ്ട് ഒരു അരമണിക്കൂറോളം നിലവിൽ രേഷ്മയുമായി സമയം അദ്ദേഹം അടുത്തുണ്ടായിരുന്നു. രേഷ്മ പറഞ്ഞത് മുഴുവനും അദ്ദേഹം ശ്രദ്ധയോടെ മുഴുവനും കേട്ടുകൊണ്ടിരുന്നു. ഈ തുടക്കം ഇവർ നഷ്ടപ്പെട്ട ദിവസം മുതൽ എന്താണ് സംഭവിച്ചത്, തെരച്ചിലിനെ സംബന്ധിച്ചിട്ടുള്ള പരാതികൾ, അതേപോലെ തന്നെ പിന്നീട് ഓരോ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ നൽകിയ വാഗ്ദാനങ്ങൾ, ഇവരുടെ കുടുംബത്തിൻ്റെ അവസ്ഥ. ഒരു ഉണ്ടായിരുന്ന കിടക്കാടം വിറ്റ് ആ പണം കൊണ്ട് വള്ളം വാങ്ങി ഒരു ജീവിതം കെട്ടിപ്പടുത്താം, നല്ല നിലയിലൊരു ജീവിക്കാം എന്നൊക്കെ കരുതിയാണ് അങ്ങനെയെല്ലാം പ്രതീക്ഷകൾ. പല കുടുംബങ്ങൾക്ക്, ഏതാണ്ട് 15ഓളം കുടുംബങ്ങൾക്ക് കൂടി അതൊരു സഹായമാവുന്ന, ഒപ്പം അതിലെ മത്സ്യത്തൊഴിലാളികളായ മറ്റ് 15 പേർ കൂടി സഹായമാവുന്ന തരത്തിലായിരുന്നു ഒരു വള്ളം തന്നെ വാങ്ങിയത്. 15 കുടുംബങ്ങൾ കൂടി സംരക്ഷിക്കാനും കൂടിയായിരുന്നു. പക്ഷേ ആ വള്ളവും നഷ്ടപ്പെട്ടു, കിടക്കാടവും പോയി. അതിലെ ആ 3 പേരും ഇപ്പോൾ ജീവനോടെ ഇല്ല. അതാണ് ഒരു സാഹചര്യം. അതിൽ 2 പേരുടെ മൃതദേഹം ലഭിച്ചു, ഗൗതം കൃഷ്ണയുടെ മൃതദേഹം ലഭിച്ചിട്ടില്ല. അപ്പോൾ അതിൽ തുടക്കത്തിലെ സർക്കാരിന് ഇതിൻ്റെ ഏകോപനത്തിൽ മറ്റും വീഴ്ച സംഭവിച്ചു എന്നാണ് പ്രതിപക്ഷ നേതാവ് ശ്രീ പിണറായി വിജയൻ ഇപ്പോൾ ഇവിടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ മന്ത്രിമാർക്കൊന്നും ഏകോപനമില്ലായിരുന്നു. ആദ്യഘട്ടത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്തിരുന്നുവെങ്കിൽ ഇത് കണ്ടെത്താൻ കഴിയുമായിരുന്നു. ഗവൺമെൻറ് സംവിധാനം ഉണർന്ന് പ്രവർത്തിച്ചില്ല എന്നുള്ള ഒരു ആക്ഷേപം തന്നെയാണ് ഈ പ്രതിപക്ഷ നേതാവും ഉന്നയിച്ചത്. ഒപ്പം ഈ കുടുംബത്തിന് വൻ സാമ്പത്തിക ബാധ്യതയുണ്ട്. 50 ലക്ഷത്തോളം രൂപയുടെ കടമുണ്ട്. ആ കടം തീർക്കുന്നതിന് ഉൾപ്പെടെ സർക്കാരിൻ്റെ സഹായം അവർക്ക് ആവശ്യമാണ്. ഇപ്പോൾ രാഷ്ട്രീയമായ കാര്യങ്ങളല്ല ഇവിടെ പറയേണ്ടുന്നത്, പകരം ആ കുടുംബത്തെ എങ്ങനെ സംരക്ഷിക്കാൻ കഴിയും എന്ന കാര്യത്തിലാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞു. ഒപ്പം മറ്റൊരു ചോദ്യത്തിന് രാജീവ് ചന്ദ്രശേഖർ, BJPയുടെ നേതാവ്, അദ്ദേഹം ഇതിൽ തന്നോടൊരു മന്ത്രി ഇത് ആവശ്യപ്പെട്ടു, അങ്ങനെ ആരെങ്കിലും ആവശ്യപ്പെട്ടിട്ടാണോ ഇത് ചെയ്യേണ്ടത്, ഇതൊക്കെ ബോഷ്കത്തരമല്ലേ, ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ എന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. ഒരു ഏകോപനമില്ലായ്മ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഇക്കാര്യത്തിൽ ഉണ്ടായി. അടിയന്തര ഘട്ടത്തിൽ OQ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും കഴിഞ്ഞ സർക്കാരിൻ്റെ മാതൃകാപരമായ പ്രവർത്തനങ്ങളുണ്ട്. അതുകൊണ്ട് ചൂണ്ടിക്കാണിച്ചായിരുന്നു ഇപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഈ നിലയിൽ ഇവിടുത്തെ ഈ കുടുംബത്തെ കണ്ടതിന് ശേഷം അദ്ദേഹം പ്രതികരിച്ചത്.